ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ, MG യൂണിവേഴ്സിറ്റിയിൽ BCom പഠിക്കുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ കുട്ടികൾക്ക് ഒരു മൊഡ്യൂളാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. അപ്പോൾ അതിൽ ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗാർണർ വെയ്സ് മൂറെ കേസ് ഡിസിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലവും. നമ്മൾ ആദ്യം എന്താണ് ഗാർണർ വെയ്സ് മൂറെ കേസെന്നും അതിൻ്റെ ഡിസിഷൻസെന്നും മനസ്സിലാക്കണം. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എസ് എ ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് മുൻ വർഷങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കണ്ട് പഠിക്കുക. വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇവിടെ നിന്ന് ഷെയർ ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂടാതെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Insolvency of a partner. On dissolution, the capital account balance of a partner may turn out to be debit balance because of the adjustments made. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ലയബിലിറ്റി സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റമാണ്. അതിനെപ്പോഴും ക്രെഡിറ്റ് ബാലൻസാണ് സാധാരണ കാണാറ്, പക്ഷേ അത് ഡെബിറ്റ് ബാലൻസും ആകാം. അപ്പോൾ അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് പാർട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ വരച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതി കഴിയുമ്പോൾ ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്തു, റിയലൈസേഷൻ ലോസ് എഴുതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എഴുതി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതിയതിന് ശേഷവും ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസാണ് ഏതെങ്കിലും ഒരു പാർട്ണർക്ക് വരുന്നതെങ്കിൽ ആ ക്യാപിറ്റൽ ബാലൻസിനെ, അത്തരത്തിലുള്ള ഡെബിറ്റ് ബാലൻസിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് സൂചിപ്പിക്കുക. ഇപ്പോൾ എന്താണ് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ സിമ്പിളായിട്ട് അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഇനി ഇഫ് ദ പാർട്ണർ ഈസ് സോൾവൻറ്റ്, ഹി വിൽ മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ബ്രിങ്ങിങ് നെസസറി ക്യാഷ് ഇൻ ടു ഫേം. അപ്പോൾ ഒരു പാർട്ണർ നമുക്കിതുപോലെ ഡെഫിഷ്യൻസി കാണിക്കുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന ആ ഒരു പാർട്ണർ അദ്ദേഹം സോൾവൻ്റ് ആണെങ്കിൽ, ഫിനാൻഷ്യലി സോൾവൻ്റ് ആണെങ്കിൽ, അതായത് ഫിനാൻഷ്യലി അദ്ദേഹം അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഏബിൾ ആണെങ്കിൽ, ഹി വിൽ മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി ഇൻ ഹിസ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഡെഫിഷ്യൻസി അദ്ദേഹം ക്യാഷായിട്ട് കൊണ്ടുവന്ന് അത് പരിഹരിക്കും അല്ലേ. സംടൈംസ് എ പാർട്ണർ മേ നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ഫണ്ട് വിത്ത് ഹിം ടു ബ്രിങ് ഇൻ ടു ബിസിനസ് ടു മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി. അപ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇതുപോലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരികയും അത് ക്യാഷായിട്ട് കൊണ്ടുവന്ന് ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യേണ്ട ആ ഒരു പാർട്ണർ ബാങ്ക്രപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫിനാൻഷ്യലി ഏബിൾ അല്ലാത്ത അവസ്ഥയാണ്, പാപ്പർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ബാങ്ക്രപ്റ്റ് ആവുന്ന സന്ദർഭങ്ങളിൽ ആണ് ഈ ഒരു ഗാർണർ വെയ്സ് മൂറെ കേസിലുള്ള ഡിസിഷൻസ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇൻ സച്ച് എ കേസ് ഹി മേ ബി ഡിക്ലെയർഡ് ആസ് ഇൻസോൾവൻറ്റ്. അപ്പോൾ നമ്മൾ ബാങ്ക്രപ്റ്റ്, ഇൻസോൾവൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു പാർട്ണറെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇഫ് എ പാർട്ണർ ഈസ് ഇൻസോൾവൻ്റ് ആകുമ്പോൾ ഹിസ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി വിൽ ഹാവ് ടു ബി ബോൺ ബൈ ദ റിമൈനിങ് സോൾവൻ്റ് പാർട്ണേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി, ഡെബിറ്റ് ബാലൻസിങ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, അത് പിന്നെ സഫർ ചെയ്യേണ്ടത് ബാക്കിയുള്ള പാർട്ണേഴ്സ്, സോൾവൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പാർട്ണേഴ്സാണ് അവരത് ഷെയർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യുന്നത്, ആ റിമൈനിങ് പാർട്ണേഴ്സ് ആ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണറുടെ ഡെബിറ്റ് ബാലൻസ് ഷെയർ ചെയ്ത് ബിസിനസ്സിലേക്ക് എമൗണ്ട് കൊണ്ടുവരുമ്പോൾ അത് ഏത് റേഷ്യോയിൽ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു തർക്കം വന്നത്. അപ്പോൾ അതാണ് ഗാർണർ വെയ്സ് മൂറെ കേസിൻ്റെ ആധാരം. അപ്പോൾ നേരത്തെയുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ നിലവിൽ എത്രയാണോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ ഗാർണർ വെയ്സ് മൂറെ കേസിൽ അത് അവസാനം അതിൻ്റെ വിധി വന്നത് അത് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊണ്ടുവരേണ്ടതാണെന്നുള്ളത്. കാരണം ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലോസ് ആണ്. ദെയർഫോർ ഇറ്റ് മസ്റ്റ് ബി ഷെയർഡ് ബൈ ദ സോൾവൻ്റ് പാർട്ണേഴ്സ്. അത് സോൾവൻ്റ് ആയിട്ടുള്ള റിമൈനിങ് പാർട്ണേഴ്സ് ആ ഒരു ക്യാപിറ്റൽ ലോസ് ഷെയർ ചെയ്യേണ്ടത് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽ ജസ്റ്റ് പ്രിയർ ടു ദി ഡിസൊല്യൂഷന് തൊട്ട് മുമ്പുള്ള ആ ഒരു ക്യാപിറ്റലിൻ്റെ റേഷ്യോ എത്രയാണോ ആ ക്യാപിറ്റലിൻ്റെ റേഷ്യോയിലാണ് ഈ ഒരു ഇൻസോൾവൻ്റ് പാർട്ണറുടെ ആ ലോസ് റിമൈനിങ് പാർട്ണേഴ്സ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിധിയാണ് ഗാർണർ വെയ്സ് മൂറെ കേസിൽ വന്നത് അല്ലേ. ഇപ്പോൾ ലോർഡ് ജസ്റ്റിസ് ജോയ്ഫിൻ 1903 വന്ന ഒരു ഡിസിഷനാണ്.
ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ഇംഗ്ലീഷ് ഫേമിൽ നടന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ണേഴ്സ് കൊടുത്തൊരു കേസാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഡിസിഷൻ ഇൻ ഗാർണർ വേഴ്സസ് മൊറേ. ഡിസിഷൻ ഇൻ ഗാർണർ വേഴ്സസ് മൊറേ. ദ ജഡ്ജ്മെൻറ്റ് ലേ ഡൗൺ ദ ഫോളോവിങ് റൂൾസ്. അപ്പോൾ വിധിയിൽ പറഞ്ഞിരിക്കുന്ന താഴെ പറയുന്ന പോയിന്റുകളാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. 1. The realization loss will be borne by the all partners including the insolvent partner in their profit sharing ratio. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഡിസൊല്യൂഷൻ നടന്നതിന് ശേഷം എന്നാൽ ഫൈനൽ സെറ്റിൽമെൻറ്റിന് മുമ്പുള്ള ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പാർട്ണർക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആകും, അദ്ദേഹമായിരിക്കാം ചിലപ്പോൾ ബാങ്ക്രപ്റ്റ് ആകുന്നത് അല്ലേ. അതിനുശേഷം റിയലൈസേഷൻ ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റിയലൈസേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബോൺ ബൈ ഓൾ ദി പാർട്ണേഴ്സ് ഇൻക്ലൂഡിങ് ദി ഇൻസോൾവെൻറ്റ് പാർട്ണർ ഉൾപ്പെടെ അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആ റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്ത് അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം റിയലൈസേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോകേണ്ട ഐറ്റമാണല്ലേ. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന ഐറ്റംസ് എല്ലാം ക്യാപിറ്റലിനെ കൂട്ടുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്ന ഐറ്റംസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതിയാലും, കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നോർമലി അല്ലേ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസിൽ എന്ത് ഐറ്റം എഴുതിയാലും അത് ആ ക്യാപിറ്റലിനെ കൂട്ടുന്നതാണ്. ഡെബിറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം അത് ക്യാപിറ്റലിനെ കുറയ്ക്കുമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ ലോസ് സംഭവിക്കുമ്പോൾ അവരുടെ അത്രയും ക്യാപിറ്റലിന് കുറവ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് റിയലൈസേഷൻ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇവിടെ റിയലൈസേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻസോൾവെൻറ്റ് പാർട്ണർ ഉൾപ്പെടെ, അതായത് എല്ലാ പാർട്ണേഴ്സും അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്, ക്യാപിറ്റൽ റേഷ്യോ അല്ല. ക്യാപിറ്റൽ റേഷ്യോ ഉപയോഗിക്കേണ്ടത് അത് അവസാനം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണോ ഈ ഇൻസോൾവെൻറ്റ് പാർട്ണർ കൊണ്ടുവരേണ്ടത് ആ കൊണ്ടുവരേണ്ട എമൗണ്ട് ബാക്കിയുള്ള റിമൈനിങ് പാർട്ണേഴ്സ് അവർ ഷെയർ ചെയ്യേണ്ട ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിനൊക്കെ മുമ്പ് റിയലൈസേഷൻ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യണം. അത് നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇൻസോൾവെൻറ്റ് പാർട്ണർ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ണേഴ്സിനും ആ ഒരു റിയലൈസേഷൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതാണല്ലേ. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ക്ലിയറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പോയിൻറ്റ് നോക്കാം. ഇത് സോൾവെൻറ്റ് പാർട്ണേഴ്സ് ഷുഡ് ബ്രിങ് ഇൻ ക്യാഷ് ഈക്വൽ ടു ദെയർ ഷെയർ ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. ഇവിടെ സോൾവെൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗാർണർ വേഴ്സസ് മൊറേയിലെ ഒരു ഡിസിഷനാണ് ദ സോൾവെൻറ്റ് പാർട്ണേഴ്സ് ഷുഡ് ബ്രിങ് ഇൻ ക്യാഷ് ഈക്വൽ ടു ദെയർ ഷെയർ ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു എമൗണ്ട് സോൾവെൻറ്റ് പാർട്ണേഴ്സ് കൊണ്ടുവരണം. ഇൻസോൾവെൻറ്റ് പാർട്ണേഴ്സ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സോൾവെൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ആ റിയലൈസേഷൻ ലോസിൻ്റെ എമൗണ്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് എഴുതിക്കൊണ്ട് ആ റിയലൈസേഷൻ ലോസ് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യൻ കേസിൽ ഈ ഒരു നിയമത്തിന് ചെറിയൊരു ഇളവ് നൽകിയിട്ടുണ്ട്. എങ്കിലും ഗാർണർ വേഴ്സസ് മൊറേ കേസിൽ അവർ വിധിച്ച വിധിന്യായത്തിൽ ഇത്തരം പോയിൻറ്റ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ദ ഇൻസോൾവൻസി ലോസ് ഓഫ് ദി ഇൻസോൾവെൻറ്റ് പാർട്ണർ. ഇൻസോൾവെൻറ്റ് പാർട്ണറുടെ ഇൻസോൾവൻസി ലോസ്, അതായത് നമ്മുടെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അവസാനം അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊണ്ടുപോകാനോ ഉണ്ടാവുമല്ലോ സാധാരണ രീതിയിൽ. ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള പാർട്ണർക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ ഒരു ഡെബിറ്റ് ബാലൻസ് അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിഷ്യൻസി ഓർ ഡെബിറ്റ് ബാലൻസ് അല്ലേ, അതിനെ മസ്റ്റ് ബി ഷെയർഡ് ബൈ ദ സോൾവെൻറ്റ് പാർട്ണേഴ്സ് ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ. അത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സുകൾ നമ്മൾ കണ്ടു. റിയലൈസേഷൻ ലോസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എല്ലാ പാർട്ണേഴ്സിനും. ദെൻ സോൾവെൻറ്റ് പാർട്ണേഴ്സ് ആണെങ്കിൽ റിയലൈസേഷൻ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന പേരിൽ അത് ക്യാഷ് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കണം. ദെൻ ഇൻസോൾവൻസി ലോസ്, ആ ഒരു ഇൻസോൾവെൻറ്റ് പാർട്ണറുടെ ആ ഒരു നഷ്ടം, അയാൾ വരുത്തി വെച്ച നഷ്ടം അതെന്ത് ചെയ്യണം, അത് റിമൈനിങ് പാർട്ണേഴ്സ് അത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ദെൻ ക്യാപിറ്റൽ റേഷ്യോ വിൽ ബി ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ക്യാപിറ്റൽ അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ജസ്റ്റ് പ്രയർ ടു ദി ഡിസൊല്യൂഷൻ. ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഏത് റേഷ്യോ ആണ് എടുക്കേണ്ടത് എന്നുള്ളതോടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. സാധാരണ അത് നമ്മുടെ ഡിസൊല്യൂഷന് തൊട്ട് മുമ്പുള്ള ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ അവർക്ക് നൽകിയിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണോ ആ ഒരു ക്യാപിറ്റലിൻ്റെ റേഷ്യോ തന്നെയായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇനി താഴെ പറയുന്ന 1-2 നോട്ടുകൾ കൂടെ നോക്കുക. എ കെയർഫുൾ സ്റ്റഡി ഓഫ് ദി ഡിസിഷൻ വിൽ ലീഡ് ടു വൺ ടു കൺക്ലൂഡ് ദാറ്റ്. ഈ ഒരു കാര്യം നോക്കുക. പാർട്ണേഴ്സ് ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്
ഇനി സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ പോലും സോൾവൻ്റ് അല്ലേ, സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ പോലും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഒരുപക്ഷെ ഡെബിറ്റ് ബാലൻസ് വരാം അല്ലേ, അതായത് അവർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദേ നീഡ് നോട്ട് ഷെയർ ദ ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ ഇൻസോൾവൻസി മൂലമുണ്ടാകുന്ന ലോസ് അദ്ദേഹം ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ണേഴ്സ് ഹാവിങ് ഡെബിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, ഓൾറെഡി അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള സോൾവൻറ്റ് പാർട്ണർ ആണെങ്കിൽ പോലും അവർ ഇൻസോൾവൻറ്റ് പാർട്ണറുടെ ലോസ് അവർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു പോയിൻ്റായിട്ട് ഓർത്തിരിക്കാം. ഇനി അപ്പോൾ പാർട്ണേഴ്സ് ഹാവിങ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഹൗ ടു ഷെയർ ദ ഇൻസോൾവൻസി ലോസ്. അപ്പോൾ ഇൻസോൾവൻസി ലോസ് ഷെയർ ചെയ്യേണ്ടത് പാർട്ണേഴ്സ് ഹാവിങ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം, ഒപ്പം തന്നെ അവർ സോൾവൻറ്റ് പാർട്ണേഴ്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ണേഴ്സാണ് ഈ ഒരു ഇൻസോൾവൻസി ലോസ് ഷെയർ ചെയ്യേണ്ടത്. ദെൻ വൈൽ ഡിറ്റർമൈനിങ് ദ ക്യാപിറ്റൽ റേഷ്യോ ഓഫ് ദി സോൾവൻറ്റ് പാർട്ണേഴ്സ് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് വെദർ ദ ക്യാപിറ്റൽസ് ആർ മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ തീരുമാനിക്കുമ്പോൾ സോൾവൻറ്റ് പാർട്ണേഴ്സ് അത് ക്യാപിറ്റൽ റേഷ്യോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് അല്ലേ. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ട് അക്കൗണ്ടുകളുണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ട്സും ഉണ്ടാവും അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതുന്നത് അത് കറണ്ട് അക്കൗണ്ട്സിലായിരിക്കും അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അതുകൊണ്ട് ഫിക്സഡ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതുന്നത് നേരിട്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഈ പോയിന്റിൽ പറയുന്നുണ്ട്. ഇൻ കേസ് ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഈസ് ഫോളോഡ്, ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽസ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഇൻസോൾവൻസി ലോസ് വിൽ ബി ബോൺ ബൈ ദ സോൾവൻറ്റ് പാർട്ണേഴ്സ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണോ ഫോളോ ചെയ്യുന്നതെന്നോ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള അസ്യൂം ചെയ്ത് ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ സോൾവൻറ്റ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റേഷ്യോ എത്രയാണോ അത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്, അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തൊട്ട് മുമ്പത്തുള്ള ആ ഒരു ബാലൻസ് ഷീറ്റിലെ റേഷ്യോയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ സച്ച് കേസ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലൈക്ക് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഡ്രോവിങ്സ്, ഇതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. ജനറൽ റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അത് നമുക്ക് അസറ്റ് സൈഡിലുള്ളതാണെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് പോകണം. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കിടക്കുന്നതാണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം അല്ലേ. ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, അതൊക്കെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോകണം. അതൊക്കെല്ലാം ആണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതെല്ലാം കറണ്ട് അക്കൗണ്ട് വഴിയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാലം ഇത് എഴുതുന്നത് ഓർക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ നേരിട്ട് എഴുതുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ അവരുടെ ക്യാപിറ്റലിൻ്റെ റേഷ്യോ ആയിരിക്കും അല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. അടുത്തത് ഇൻ കേസ് ദ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഈസ് യൂസ്ഡ്, ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ ദെൻ ദ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ ഷുഡ് ബി ടേക്കൺ ഓഫ് ദി ബേസ് ഫോർ ഡിറ്റർമൈനിങ് ദ ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ എന്താണ് ഈ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ജനറൽ റിസർവ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതിയതിന് ശേഷമുള്ള ക്യാപിറ്റൽ അല്ലേ. ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതിയതിന് ശേഷമുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് ഈ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഇനി അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, വൈൽ കാൽക്കുലേറ്റിംഗ് ദ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ വി നീഡ് നോട്ട് കൺസിഡർ ദ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടാത്തത് സാധാരണ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്കും ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അത് മാത്രം നമ്മൾ എഴുതരുത്. അതിന് മുമ്പുള്ള ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എഴുതിയതിന് ശേഷമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എടുക്കുക. അതിൻ്റെ റേഷ്യോ ആയിരിക്കും ക്യാപിറ്റൽ റേഷ്യോ ആയിട്ട് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പരിഗണിക്കേണ്ടത്. ഇനി ആപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് റൂൾ ഇൻ ഇന്ത്യ അല്ലേ. ഇന്ത്യയിൽ ഈ ഒരു നിയമത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ചെറിയ എക്സെപ്ഷൻ എന്ന് പറയുന്നത് റിയലൈസേഷൻ ലോസ് നീഡ് നോട്ട് ബി ബ്രോട്ട് ഇൻ ബൈ ദി സോൾവൻറ്റ് പാർട്ണേഴ്സ്. റിയലൈസേഷൻ ലോസ് ക്യാഷായിട്ട് പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു നമുക്ക് ഇന്ത്യയിലുള്ള റിലാക്സേഷനായിട്ട്
പറയുന്നത്. ഇനി ഇൻ ഇന്ത്യ ദ റൂൾ laid down by Garner Weiss Murray is applied with some modification. The modification is that realization loss need not be brought in by cash by the solvent partner because ultimately the same will have to be returned to them അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് സാധാരണ അത് ഫോളോ ചെയ്യാറില്ല. എങ്കിൽ പോലും ഗാർണർ വൈസ് മുറയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ റിയലൈസേഷൻ ലോസ് ഈ സോൾവൻറ്റ് പാർട്ണേഴ്സ് ക്യാഷായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പോസ്റ്റിങ്ങും എല്ലാം കൂടി കാണിക്കേണ്ടത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ദ ഹോൾ പൊസിഷൻ ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ക്യാൻ ബി സമ്മഡ് അപ്പ് ആസ് ഫോളോസ്. ദ സോൾവൻറ്റ് പാർട്ണേഴ്സ് നീഡ് നോട്ട് ബ്രിങ് ദ ലോസ് ഓൺ റിയലൈസേഷൻ ഇൻ ക്യാഷ്. റിയലൈസേഷൻ ലോസ് ക്യാഷായിട്ട് സോൾവൻറ്റ് പാർട്ണേഴ്സ് കൊണ്ടുവരേണ്ടതില്ല അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ടു അപ്ലൈ ദ ഡിസിഷൻ ഇൻ ഗാർണർ വേഴ്സസ് മൊറേ. ഗാർണർ വേഴ്സസ് മൊറേ കേസിൽ ഡിസിഷൻസ് അപ്ലൈ ചെയ്യണമെന്നോ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലാണ് അതങ്ങനെ കൊണ്ടുവരേണ്ടാത്തത്. ദെൻ ദ ഇൻസോൾവൻസി ലോസ് ഓഫ് ദി ഇൻസോൾവൻറ്റ് പാർട്ണർ will be debited to solvent partner's capital account in the ratio of capital as they stood just before dissolution. അപ്പോൾ നമ്മൾ ഇൻസോൾവൻറ്റ് പാർട്ണറുടെ ആ ഇൻസോൾവൻസി ലോസ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ട് അത് സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അവരാണത് സഹിക്കേണ്ടതല്ലേ, അവരാണ് എമൗണ്ട് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് വരണം, എന്നാലും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇൻസോൾവൻറ്റ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതിനെ ക്രെഡിറ്റ് ചെയ്ത് ഇൻസോൾവൻറ്റ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ജേണൽ എൻട്രിയാണിത്. അപ്പോൾ ഈ ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, മാറിപ്പോകരുത്. ജേണൽ എൻട്രി ഇതാണ്: സോൾവൻറ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇൻസോൾവൻറ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നോക്കുക, ഇലസ്ട്രേഷൻ 9 നമുക്ക് നോക്കാം. ഗാർണർ, മുറെ ആൻഡ് വിൽക്കിൻസ്. ഇപ്പോൾ ഈ 3 പേരായിരുന്നു ഗാർണർ വൈസ് മുറെ കേസിൽ ഉണ്ടായിരുന്നത്. ഈ വിൽക്കിൻസ് എന്ന് പറയുന്ന പാർട്ണറാണ് ബാങ്ക്രപ്റ്റ് ആയത്. അദ്ദേഹത്തിൻ്റെ ഇൻസോൾവൻസി ലോസാണ് ഗാർണറും മുറയും കൂടെ സഫർ ചെയ്യേണ്ടി വന്നത് അല്ലേ. അതായിരുന്നു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിവൈഡ് ചെയ്യണമെന്നുള്ള കോടതി വിധി വന്നത്. അപ്പോൾ ആ ഒരു 3 ആളുകളെ തന്നെയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പേര് ആയിട്ട് നൽകിയിരിക്കുന്നത്. ദ ഫോളോയിങ് വാസ് ദ പൊസിഷൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ ബട്ട് ബിഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഡിസൊല്യൂഷന് ശേഷം പക്ഷേ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പുള്ള ബാലൻസ് ഷീറ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്യാപിറ്റൽ ഗാർണർക്കും മുറയ്ക്കും ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ, അതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. വിൽക്കിൻസിൻ്റെ ക്യാപിറ്റൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ടാണ് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. റിയലൈസേഷൻ ലോസ് ഉണ്ട് 636 രൂപ, അതും അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ അതും ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ വിൽക്കിൻസ് ബിക്കം ബാങ്ക്രപ്റ്റ് ആൻഡ് കുഡ് നോട്ട് കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടുവേർഡ്സ് ഹിസ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി. ഇപ്പോൾ വിൽക്കിൻസ് ഇവിടെ ബാങ്ക്രപ്റ്റ് ആയി അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി അതിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ഫേം ആസ് പെർ ദ ഡിസിഷൻ ഇൻ ഗാർണർ വേഴ്സസ് മുറെ. ഇപ്പോൾ ഗാർണർ വേഴ്സസ് മുറെ ഡിസിഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം അല്ലേ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട്, കാരണം റിയലൈസേഷൻ അക്കൗണ്ടും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം റിയലൈസേഷൻ ലോസ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഈ ഒരു 2 ബാലൻസുകൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ നേരെ ബൈ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് ഗാർണർക്കും മുറയ്ക്കും കോളത്തിൻ്റെ കീഴിൽ നമ്മൾ എഴുതും അല്ലേ. 2500ഉം 314. ഡെബിറ്റ് ബാലൻസ് ഉള്ളത് വിൽക്കിൻസ് ക്യാപിറ്റൽ നമ്മൾ 2 ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് അത് വിൽക്കിൻസിൻ്റെ കോളത്തിലും അത് ആദ്യമേ തന്നെ ഓപ്പണിംഗ് ബാലൻസായിട്ട് അതും കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റിയലൈസേഷൻ ലോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ റിയലൈസേഷൻ ലോസിനെ അതിനെ ഡിവൈഡ് ചെയ്ത് എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റിയലൈസേഷൻ ലോസ് നമ്മൾ എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് എടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് മറന്നു പോകരുത്. അത് ക്യാപിറ്റൽ റേഷ്യോ അല്ല, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയാണല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഈക്വൽ റേഷ്യോ ആയിട്ട് എടുത്താൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈക്വൽ റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു 636 നമുക്ക് 212 കിട്ടും അല്ലേ. 1:1:1 എന്നുള്ള ആ റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിയലൈസേഷൻ ലോസിന് അതിന് ആ റേഷ്യോ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? റിയലൈസേഷൻ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇപ്പോൾ ഗാർണറും മുറയുമാണ് സോൾവൻറ്റ് പാർട്ണേഴ്സ് അല്ലേ, അവരത് ക്യാഷായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ പോയിന്റ് കണ്ടതാണല്ലേ. അപ്പോൾ ക്യാഷായിട്ട് കൊണ്ടുവരണം. ബൈ ബാങ്ക് എന്ന പേരിൽ റിയലൈസേഷൻ ലോസ് ബ്രാക്കറ്റിൽ കൊടുക്കാം. ബൈ ബാങ്ക് അവരുടെ എമൗണ്ട് മാത്രമല്ല 212 അവർ കൊണ്ടുവരുന്നതായിട്ട് അവരുടെ കോളത്തിൽ കാണിക്കുക. വിൽക്കിൻസിൻ്റെ കോളത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ബാങ്ക്രപ്റ്റ് ആണല്ലേ. ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഇൻസോൾവൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്യാഷ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നമുക്ക് 2 കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ളൂ. ഒന്ന്, ഈ വിൽക്കിൻസിൻ്റെ, അതായത് ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണറുടെ
ആ ഒരു ലോസ് ഡെബിറ്റ് ബാലൻസിനും ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. എത്രയാണോ വരുന്നത് അത്രയും എമൗണ്ട് സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ഗാർണറും മുറയും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന ജേണൽ എൻട്രി എഴുതണം. അതിനുശേഷം നമുക്ക് ഫൈനലായിട്ടുള്ള സെറ്റിൽമെൻറ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തിട്ട് അത് ഗാർണർക്കും മുറയ്ക്കും ക്യാഷ് കൊടുക്കാനാണെങ്കിൽ കൊടുക്കുക, വീണ്ടും കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവരിക അല്ലേ, ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു വിൽക്കിൻസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കോളം ഒന്ന് ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടില്ല കേട്ടോ, ഇതിന് മുമ്പാണ് നമ്മളിത് നോക്കേണ്ടത്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റംസ് ആണല്ലേ, 263 212 അല്ലേ. അപ്പോൾ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 475 ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ 475 രൂപയാണ് അത് ഗാർണറും മുറയും കൂടെയും അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ അല്ലേ, ഗാർണർ വൈസ് മുറയിൽ ക്യാപിറ്റൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണോ എന്ന് പ്രത്യേകം പറയാത്തതുകൊണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യനുള്ള ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അവരുടെ ക്യാപിറ്റൽ റേഷ്യോ അല്ലേ 2500:314 അല്ലേ, ആ റേഷ്യോയിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഒരു റേഷ്യോ അല്ലേ, ഈ റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 422:53 കിട്ടും അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മളൊന്ന് എഴുതണം. എഴുതിയതിന് ശേഷം അത് നോക്കിയിട്ട് നമ്മളതിനെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഗാർണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, മുറേസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു വിൽക്കിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലേ. അതായത് ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണറെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ എമൗണ്ട് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവണം. സോൾവൻ്റ് ആയിട്ടുള്ള ഈ ലോസ് മീറ്റ് ചെയ്യുന്ന പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ഗാർണറും മുറയുമാണ്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ടു വിൽക്കിൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ജേണൽ എൻട്രിയിലെ ക്രെഡിറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോകും അല്ലേ. അപ്പോൾ വിൽക്കിൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് എഴുതേണ്ട എമൗണ്ട് എഴുതേണ്ടത് എവിടെയാണ്? ഈ 2 എമൗണ്ടുകളാണ് എഴുതേണ്ടത്, ഗാർണറുടെയും മുറയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കോളത്തിൽ അല്ലേ. ഇനി നമുക്ക് ഈ ജേണൽ എൻട്രിയുടെ ഈ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യണം അല്ലേ. ഡെബിറ്റ് വന്നിരിക്കുന്ന 2 കാര്യങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ ബൈ ഗാർണേഴ്സ് ക്യാപിറ്റൽ, ബൈ മുറേസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതിയതിന് ശേഷം ഈ എമൗണ്ടുകൾ രണ്ടും എഴുതേണ്ടത് വിൽക്കിൻസിൻ്റെ കോളത്തിലാണല്ലേ. കാരണം വിൽക്കിൻസിൻ്റെ കോളത്തിൽ ഇത്രയും എമൗണ്ട് ക്രെഡിറ്റ് വരണം. നമുക്കിവിടെ ഈ സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതേ എമൗണ്ടുകൾ ഡെബിറ്റ് വരണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ക്രെഡിറ്റ് ചെയ്യുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. എമൗണ്ട് എഴുതുമ്പോൾ ഈ 2 എമൗണ്ടുകൾ ഗാർണറുടെയും മുറയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് അതാത് കോളങ്ങളിൽ ഇവിടെ കാണിക്കണം അല്ലേ. ഇനി ഡെബിറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി ഡെബിറ്റ് വന്നിരിക്കുന്ന ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ. എന്നിട്ട് എമൗണ്ട് കാണിക്കേണ്ടത് 2 എമൗണ്ടും വിൽക്കിൻസിൻ്റെ കോളത്തിൽ കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിൽക്കിൻസിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കിൻസിൻ്റെ ഇൻസോൾവൻസി ലോസ് അത് ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ആ ക്യാപിറ്റൽ അക്കൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം തീരുന്നില്ല. ഇനി നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് കൂടെ തയ്യാറാക്കാനുണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കൊന്നുകൂടെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ബാക്കിയുള്ള പാർട്ണേഴ്സ് ഗാർണറും മുറയും ഇനി കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ചെയ്യുക അല്ലേ. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ടു ബാങ്ക് പേയ്മെൻറ്റ് അവർക്ക് കിട്ടും. 2078 രൂപ അവർക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ലോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നഷ്ടം സഹിച്ചതിന് ശേഷമാണല്ലേ ബാക്കിയുള്ള തുക അവർക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തെ ആൾക്ക് അതുപോലെ തന്നെ 261 രൂപ കൊണ്ടുപോകാം അല്ലേ. ഇത് ബാങ്ക് അക്കൗണ്ടിൽ ടു ബാങ്ക് നമ്മൾ എഴുതി. ഇനി ബാങ്ക് അക്കൗണ്ടിൽ ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണല്ലേ. ഈ 2 എമൗണ്ട് കാണിക്കണം. പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് ഉണ്ടല്ലേ, റിയലൈസേഷൻ ലോസ് അവർ കൊണ്ടുവന്നത് അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് ആ ബാലൻസ് ഷീറ്റിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ആദ്യം. അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ. ബൈ ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് 1915 കാണിച്ചു. അതിനുശേഷം ഗാർണറും മുറയും കൊണ്ടുപോയ ബാങ്ക് എമൗണ്ട് അല്ലേ അത് ക്രെഡിറ്റ് ചെയ്യണം. അതിനുശേഷം ഗാർണറും മുറയും കൊണ്ടുവന്ന ആ ഒരു എമൗണ്ട് അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ, 212. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ടാലിയായിട്ട് കിട്ടുകയും ചെയ്യും 2339. അപ്പോൾ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ അല്ലേ അത് ഗാർണർ വേഴ്സസ് മുറയിൽ ആ ഒരു കേസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമുക്കിനി കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിച്ചുകൊള്ളുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നതിന് പിശുക്ക് കാണിക്കേണ്ട. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്